إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്നല്ലാഹ ഹകമുൻ അദ്ൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നീതിമാനാണ്, ഏറ്റവും നീതിപൂർവകമായി വിധി കൽപ്പിക്കുന്നവനാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമാ. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അണുമണിത്തൂക്കം ഒരാളോടും അനീതി ചെയ്യാത്തവനാണ്. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. ഒരു അണുമണിത്തൂക്കം പോലും ഒരാളോടും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അനീതി കാണിക്കുകയില്ല. ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ പോലും വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമാ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവർക്ക് ഉദാരമായി നൽകുന്നവനാണ്. അവൻ ചെയ്യുന്ന പ്രവർത്തനം നിസാരമായ ഒരു പ്രവർത്തനമാണെങ്കിൽ പോലും, നിസാരമായ ഒരു നന്മയാണെങ്കിൽ പോലും യുദാഇഫ്ഹാ, അല്ലാഹു അതിനെ ഇരട്ടിയാക്കി ഒരു വലിയ മഹത്വമുള്ള പ്രവർത്തനമാക്കി അതിനെ മാറ്റുന്നു. വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമാ. ആ ലളിതമായ ഒരു നന്മക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യധികം മഹത്തായ ഉന്നതമായ പ്രതിഫലം നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അയ്യുഹന്നാസ് ഇന്നി ഹറംതു الظുൽമ അലാ നഫ്സി ഫലാ തദാലമു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനീതിയെ തന്റെ മേൽ സ്വയം നിരോധിച്ചിരിക്കുന്നു. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മേൽ അനീതിയെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ ഒരാളോടും അനീതി കാണിക്കരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും.
ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും നീതിയുടെയും നന്മയുടെയും സത്യത്തിന്റെയും ഭാഗത്തായിരിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം അവനെ പഠിപ്പിക്കുന്നു. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനത്തിൽ, അവന്റെ വാക്കിൽ, അവന്റെ എല്ലാ നിലപാടുകളിലും അവൻ സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തായിരിക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വകൂനു മിനൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരുടെ പക്ഷത്ത്, നീതി പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇടം പിടിക്കുകയും ചെയ്യണേ എന്ന് നമ്മെ ഉണർത്തുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ അയാൾ ഏതെങ്കിലും ഒരാളോട് വല്ല അനീതിയും അവന്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചു പോയാൽ അതിന്റെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആ അനീതിക്കിരയായ മനുഷ്യൻ, അവൻ ആരുമാകട്ടെ, അവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ അവിടെ വിശേഷിപ്പിക്കപ്പെട്ടില്ല, അനീതിക്കിരയാകപ്പെടുന്ന മനുഷ്യൻ, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആ മനുഷ്യന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹു വബൈന അല്ലാഹി ഹിജാബ്, അവന്റെ പ്രാർത്ഥനയുടെയും പടച്ചറബിന്റെയും ഇടയിൽ മറയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല മറയില്ലാതെ ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും അത്. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മനുഷ്യനോട് എടുക്കുന്ന നിലപാടിൽ അല്ലെങ്കിൽ അവന്റെ സമീപനത്തിൽ പൂർണ്ണമായും നീതിയും സത്യസന്ധതയും ഉണ്ട് എന്നത് ഉറപ്പുവരുത്തൽ അവന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അന്ത്യദിനത്തിൽ സിറാത്ത് പാലത്തിന് മുകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്ന വേളയിൽ ഒരിറ്റു വെളിച്ചത്തിനു വേണ്ടി അവൻ കേഴുന്ന സമയത്ത് അക്രമികളായ അനീതി കാണിച്ചവരായ ആളുകൾക്ക് വെട്ടം ലഭിക്കുകയില്ല, വെളിച്ചം ലഭിക്കുകയില്ല. കാരണം അന്ത്യദിനത്തിൽ അക്രമികളായ അനീതി ചെയ്യുന്നവരായ ആളുകൾക്ക് അവർക്ക് വെളിച്ചമില്ല എന്നാണ്. ദുലുമാത്താണ്, അന്ധകാരമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തുന്നതായ കാര്യമാണ് അവന്റെ വാക്കിലോ പ്രവൃത്തിയിലോ അവന്റെ പക്കൽ നിന്ന് ദുൽമ് കടന്നു വരിക എന്നുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ ദീനാർ എന്ന് സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് സാധാരണ ഞങ്ങൾക്കിടയിൽ ഈ ഫിൽസ് മാത്രമുള്ള ദീനാറും ദിർഹമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പറയുന്ന പേരാണ്. ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ? തദ്റൂന മനിൽ മുഫ്ലിസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്, സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ കൈവശമില്ലാത്ത ഫിൽസുകൾ മാത്രം കൈവശമുള്ള ദരിദ്രനായ മനുഷ്യനാണ് ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ പരലോകത്ത് വരുന്ന മുഫ്ലിസ് അപ്രകാരമല്ല. അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ നമസ്കാരമായി അവൻ നമസ്കാരക്കാരനായി വരും, സകാത്തുമായി വരും, നോമ്പുമായി വരും, അമലുകളൊക്കെ അവന്റെ കൂടെ ഉണ്ടാകും. പക്ഷേ ഒരാൾ അയാളുമായി അവനുണ്ടായിട്ടുള്ള ജീവിതകാലത്തുണ്ടായിട്ടുള്ളതായ അവന്റെ പക്കൽ നിന്ന് വന്നു പോയിട്ടുള്ളതായ അനീതി കാരണത്താൽ ഇന്ന ആളെക്കുറിച്ച് മോശമായി പറഞ്ഞത്, ഇന്ന ആളുടെ രക്തം അനർഹമായി ചിന്തിയത് എന്ന് തുടങ്ങി അവൻ ഓരോരുത്തരോടും ചെയ്തിട്ടുള്ള അനീതി അവിടെ അവന്റെ അമലുകളിൽ നിന്ന് അത് നഷ്ടപ്പെടാൻ ഇടവരുത്തിക്കൊണ്ടിരിക്കും. അവന്റെ നന്മകൾ എടുത്ത് ആരോടാണോ ഈ അനീതി ചെയ്തത്, ആരുടെ ഹക്കിലാണോ അവൻ അനീതി പ്രവർത്തിച്ചത്, അവർക്ക് അവന്റെ അമല് സ്വാലിഹാത്തുകൾ എടുത്ത് ഓരിവെച്ചു കൊടുക്കപ്പെടും. അങ്ങനെ നൽകപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഹസനാത്തുകളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങൾ എടുത്ത്
ആ പാപങ്ങൾ അവന്റെ മേൽ വെക്കപ്പെടുകയും പിന്നീട് അവൻ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നതായ സാഹചര്യം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരാളോടും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തനത്തിലോ വാക്കിലോ സമീപനത്തിലോ അനീതിയുണ്ടാകരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് ലഭിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ സത്യനിഷേധികളായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് കത്തിയെരിയുന്ന നരകാഗ്നിയും ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പഠിപ്പിക്കുമ്പോഴും അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമുണ്ട്, വമാ കുന്നാ മുഅദ്ദിബീൻ ഹത്താ നബഅസ റസൂല. അല്ലാഹുവിന്റെ നീതിയുടെ ഭാഗമാണ്, അള്ളാഹുവിന്റെ താക്കീതുകാരൻ ഒരു സമൂഹത്തിന് വന്നെത്തിയിട്ടില്ലാതെ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നീതിമാനായ റബ്ബിന്റെ ദാസന്മാരാണ് എന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ വാക്കുകളിൽ, അവന്റെ സമീപനങ്ങളിൽ നീതി ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാണ് അൽ അദ്ൽ, നീതിമാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും നീതിയും സത്യസന്ധതയും പുലർത്തുക റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിലെ ഒരു മാസമാണ് റജബ്. മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ്. അതിലൊന്നാണ് റജബ് മാസം എന്ന് പറയുന്നത്. ആ റജബ് മാസത്തിലെ അമലുകൾക്ക് കൂടുതൽ പ്രതിഫലാർഹമായ, പാപങ്ങൾക്ക് കൂടുതൽ ഗൗരവമുള്ള മാസമാണ്. നമുക്കറിയാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ മുഅ്ജിസത്തുകളിലൊന്നായ ഇസ്റാ മിഅ്റാജ് അത് യാഥാർത്ഥ്യമാണ്. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള രാപാരായണവും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ മിഅ്റാജും ആകാശാരോഹണം അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട വസ്തുതയാണ്. പക്ഷെ അത് റജബ് മാസത്തിലാണ് നടന്നത് എന്നതിന് യാതൊരു തെളിവുമില്ല. മാത്രമല്ല, റജബ് 27 അന്ന് പ്രത്യേകമായി ആഘോഷിക്കുകയും ആ ദിവസം നോമ്പെടുക്കുകയും അങ്ങനെ മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബാക്കളോ ആരും തന്നെ അത്തരം ഒരു നോമ്പ് അനുഷ്ഠിച്ചതായി നമുക്ക് പ്രമാണങ്ങളിൽ കാണുന്നില്ല. എന്നു മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം മാത്രമായിട്ട് ഒന്ന് ഇല്ലാത്ത നോമ്പ്, മറ്റൊന്ന് വെള്ളിയാഴ്ച ദിവസം മാത്രമായി നോമ്പ് പിടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായ കാര്യവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ബിദ്അത്തുകളെ ഉപേക്ഷിക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാത്ത ഒരു കാര്യം ആരെങ്കിലും അനുഷ്ഠിക്കുന്ന പക്ഷം അത് അവന്റെ മേൽ ശിക്ഷയായി മടങ്ങുന്നതായിരിക്കും. ഫഹുവ റദ്ദുൻ ഐ മർദൂദുൻ അലൈ, അവന്റെ മേൽ ശിക്ഷയായി വന്ന് ഭവിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. ഇമാമിങ്ങളോ മറ്റോ അത്തരത്തിലുള്ള നോമ്പുകൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു, റജബുമായി ബന്ധപ്പെട്ട് അതിലെ ഏതെങ്കിലും ദിവസങ്ങളുടെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് ആ ദിവസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നോമ്പെടുക്കുന്നതോ ചില ആളുകൾ നമസ്കരിക്കുന്ന പ്രത്യേക നമസ്കാരം, ആഗ്രഹ സഫലീകരണ നമസ്കാരം എന്നൊക്കെയുള്ള പേരുകളിൽ നിർവഹിക്കുന്ന രൂപത്തിലുള്ള നമസ്കാരങ്ങളോ സുന്നത്തിൽ സ്ഥിരപ്പെടാത്തതാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ
ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുക നരകാഗ്നിയിലേക്കാണ്. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിക്കുക. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.